ഹായ്, ഹലോ എല്ലാവർക്കും സൺഷൈൻ ടേൽസിലേക്ക് സ്വാഗതം. ഇന്ന് എൻ്റെ ഒരു കുഞ്ഞ് സ്കിൻ കെയർ റുട്ടീൻ വീഡിയോ ആണ് കാണിക്കുന്നത്. ഇത് ഈ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് സ്കിൻ കെയർ ഏറ്റവും ഇഷ്ടമുള്ളൊരു സംഭവം കേട്ടോ. ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട് ചെയ്യുന്നൊരു കാര്യമാണ്. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളായിരിക്കുമല്ലോ. പക്ഷെ എനിക്ക് ഇതാട്ടോ ഇഷ്ടം. നമ്മുടെ എന്താ പറയുക, ഭയങ്കര ബിസി ആയിട്ടുള്ള ലൈഫാണ് എല്ലാവർക്കും. സമയം കണ്ടെത്തുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ് ഇപ്പോഴത്തെ ജീവിതത്തിൽ. വലിയ വലിയ കാര്യമൊന്നും പറയണതല്ല കേട്ടോ. പക്ഷെ എന്നാലും അതൊരു ഫാക്റ്റാണ് അല്ലേ. എല്ലാവർക്കും തിരക്കുകൾ തന്നെയാണ്. അപ്പോൾ സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾക്ക് സമയം കണ്ടെത്തുക എന്ന് പറയുന്നത് ഭയങ്കര എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാട്ടോ. എനിക്ക് ട്യൂസ്ഡേയ്സ് ആണ് ഓഫ്. അപ്പം മൺഡേ ഈവനിങ്സ് എന്ന് പറയുന്ന ആ ഒരു സമയം എനിക്ക് സ്കിൻ കെയർ ചെയ്യാനും അല്ലെങ്കിൽ വെറുതെ ഇരിക്കാനുള്ള സമയമാട്ടോ. അപ്പം ഞാൻ ആഴ്ചയിൽ ഒരു ദിവസമാണ് ഈ ഒരു സ്കിൻ കെയർ ചെയ്യാറുള്ളത്. എപ്പോഴും മൺഡേ ഈവനിങ്സ് തന്നെയായിരിക്കും. എന്നാലും ചില സമയത്ത് മടി പിടിച്ചിരിക്കുന്ന സമയമൊക്കെ ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ ഞാൻ വിവരിക്കേണ്ട കാര്യമില്ലല്ലോ. എന്തായാലും ആദ്യം തന്നെ നമ്മളൊരു നല്ലൊരു ഫേസ് വാഷ് വെച്ചിട്ട് മുഖം ഒന്ന് വാഷ് ചെയ്യുക. അത് തന്നെ ഞാനിപ്പോൾ ചെയ്തിട്ടുള്ളത്. ഞാൻ യൂസ് ചെയ്യുന്നത് എൻ്റെ മോയ്സ്ചറൈസർ ഒഴിച്ച് ഈ വീഡിയോയിൽ കാണിക്കുന്ന എല്ലാം കൊറിയൻ പ്രൊഡക്ട്സ് തന്നെയാണ് കേട്ടോ. എൻ്റെ ഫേസ് വാഷ് എന്ന് പറയുന്നത് ആൻവ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഹാർട്ട് ലീഫ് ക്ലെൻസറാണ്. അതാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് ഞാനൊന്ന് സ്റ്റീം ചെയ്യും മുഖം. ഞാനിത് ഈ ഒരു റൂട്ടീൻ എന്ന് പറഞ്ഞാൽ പണ്ട് മുതൽ, അതായത് ഒരു ഡിഗ്രി പഠിക്കുന്ന സമയം മുതൽ തന്നെ ഞാനിത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുന്ന ഒരു സംഭവം കേട്ടോ. വീക്ക്ലി വൺസ് എന്തായാലും ഇങ്ങനെ ചെയ്യാറുണ്ട്. പക്ഷെ നാട്ടിലുള്ള സമയത്ത് ഞാൻ ടോണറോ അല്ലെങ്കിൽ എസൻസോ അങ്ങനെയൊന്നും യൂസ് ചെയ്യാറുണ്ടായിരുന്നില്ല. മുഖം ഒന്ന് വാഷ് ചെയ്യും, സ്റ്റീം ചെയ്യും, ഒരു മാസ്ക് ഇടും, അത്രേ ചെയ്യാറുണ്ടായിരുന്നുള്ളൂ. പക്ഷെ അതും ഞാൻ ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് കേട്ടോ ആ സമയത്ത് ചെയ്തുകൊണ്ടിരുന്നിരുന്നത്. ഇപ്പം ഇവിടെ വന്നപ്പോൾ നമുക്ക് കുറച്ചും കൂടെ പ്രൊഡക്ട്സ് എല്ലാം അവൈലബിൾ ആണ്. അതുകൊണ്ട് അങ്ങനെ യൂസ് ചെയ്യണമെന്ന് മാത്രം. ഇപ്പം ഞാൻ ചെയ്യുന്ന ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഇത് ഞാൻ അബദ്ധവശ എന്താ പറയുക, ഫേഷ്യൽ സ്റ്റീമിങ് കഴിഞ്ഞിട്ട് ഉടനെ ചെയ്യേണ്ടതാണ്. പക്ഷെ ഞാനത് മുഖമൊക്കെ ഒന്ന് ഡ്രൈ ആക്കിയതിന് ശേഷം കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം എനിക്കൊട്ടും ഇത് ഈസി ആയിട്ട് തോന്നിയില്ല. പക്ഷെ ഞാനത് അങ്ങനെ ചെയ്തു. ഒന്നും വന്നൊന്നുമില്ല കേട്ടോ. എന്നുവെച്ചാൽ എന്നെഴുതി ഒന്നും എൻ്റെ മുഖത്ത് ബ്ലാക്ക് ഹെഡ്സോ വൈറ്റ് ഹെഡ്സോ ഇല്ലാണ്ടില്ല. വൈറ്റ് ഹെഡ്സ് ചിലപ്പം കുറവായിരിക്കും, പക്ഷെ ബ്ലാക്ക് ഹെഡ്സ് എനിക്കുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു മാസ്ക് ഇടുകയാണ്. ഇത് ഇന്നിസ്ഫ്രീ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ മഗ്വേർട്ട് മാസ്ക് ആണ്. മഗ്വേർട്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു കർപ്പൂര തുളസി ആണെന്നാണ് തോന്നുന്നത്. ഇത് സെൻസിറ്റീവ് സ്കിന്നിനും ഭയങ്കര നല്ലതാട്ടോ. ഇറിറ്റേഷൻ കുറയ്ക്കാനും റെഡ്നെസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കുറയ്ക്കാനും, പിന്നെ നമ്മുടെ സ്കിന്നിന് നമുക്ക് തന്നെ ചില സമയത്ത് ഇറിറ്റേഷൻ തോന്നൂലോ, ഭയങ്കര ഡള്ളായിട്ടിരിക്കണു, ഒട്ടും ഫ്രഷ് അല്ല എന്നൊക്കെ തോന്നില്ലേ, ആ സമയത്തൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയതാട്ടോ മഗ്വാട്ട് മാസ്ക്. ഇതിൻ്റെ അകത്ത് കുറച്ച് ക്ലേയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ക്ലേ ഇല്ലാണ്ട് പ്യുവർ ആയിട്ടുള്ള മഗ്വാട്ട് മാസ്കും വാങ്ങാൻ കിട്ടും. പക്ഷെ ഞാൻ ഇതാണ് വാങ്ങിയതും. നാട്ടിലുണ്ടായിരുന്ന സമയത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടം ഇങ്ങനെ മാസ്ക് ഞാൻ വാങ്ങില്ലായിരുന്നു. പകരം നമ്മൾ ഹോം മെയ്ഡ് മാസ്ക് ഇല്ലേ, പലതുണ്ടല്ലോ ഹോം മെയ്ഡ് മാസ്ക്. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടം നമ്മുടെ കസ്തൂരി മഞ്ഞളും തൈരും പിന്നെന്താ നമ്മുടെ കടലപ്പൊടിയും പിന്നെ ലെമൺ ഇല്ലേ, കുറച്ച് നാരങ്ങാ നീരും കൂടെ മിക്സ് ചെയ്തിട്ട് ഇടുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. എൻ്റെ സ്കിന്നിന് അത് ഭയങ്കരമായിട്ട് സൂട്ട് ആവുമായിരുന്നു. അത് മാത്രമല്ല മുഖത്ത് നമ്മുടെ രോമങ്ങളുണ്ടല്ലോ, അതൊക്കെ ഭയങ്കരമായിട്ട് ലൈറ്റ് ആക്കുമായിരുന്നു കളറ്. ഞാൻ മുഖത്ത് പല പ്രാവശ്യം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, മുഖത്തെ രോമങ്ങൾക്ക് ഭയങ്കരമായിട്ട് കളറ്, അതായത് പണ്ടത്തെ അത്രയും ഡാർക്ക്നെസ് ഇല്ലാണ്ട് ഭയങ്കരമായിട്ട് ലൈറ്റ് ആയതായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഹോം മെയ്ഡ് മാസ്ക് യൂസ് ചെയ്യുമ്പോൾ. പിന്നെ ഈ മാസ്ക് ഇട്ട് കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റോ 15 മിനിറ്റോ ഇരിക്കാം. ഞാൻ ഒരു വീഡിയോ കണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ മാസ്ക് ഇട്ടിട്ട് സമാധാനത്തിൽ ഒന്നും ചെയ്യാണ്ട് വീഡിയോ ഇങ്ങനെ എന്തെങ്കിലും ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുക എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാട്ടോ. സത്യം പറഞ്ഞാൽ ഈ സ്കിൻ കെയറിൻ്റെ സമയത്ത് ഈ മീ ടൈം ഞാൻ എത്ര ആസ്വദിക്കാൻ പറ്റുമോ അത്രയും ആസ്വദിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കരമായിട്ട് സമയം എടുത്തിട്ടാണ് ചെയ്യുക. ഇപ്പോൾ ഫേസ് വാഷ് ചെയ്യാനാണെന്നുണ്ടെങ്കിലും ഞാൻ നല്ലോണം മസാജൊക്കെ ചെയ്തിട്ടാണ് ചെയ്യുക.
ഇപ്പം ഈ ഫേസ് മാസ്ക് ഇട്ടതിന് ശേഷം യൂഷ്വലി 10 മിനിറ്റ് ഇരിക്കേണ്ട കാര്യമുള്ളൂ. 10 മിനിറ്റ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു സെമി ഡ്രൈ ആയിരിക്കും. അപ്പം നമുക്ക് കഴുകി കളയാൻ ഭയങ്കര എളുപ്പമാണ്. പക്ഷെ ഇപ്പം ഞാൻ 15 മിനിറ്റ് കൂടുതൽ ഇരുന്നു എന്നാ തോന്നണേ. ഇരുന്നു എന്ന് തോന്നണമെന്നല്ല, 15 മിനിറ്റ് കൂടുതൽ ഇരുന്നു. കാരണം ഞാൻ കണ്ടുകൊണ്ടിരുന്നത് നീതൂസ് ക്രിയേഷൻ എന്ന് പറഞ്ഞ ചാനലിൽ നീതു ചേച്ചി ഇടുന്ന വീഡിയോസ് ഇല്ലേ, അത് ആ ലേറ്റസ്റ്റ് വന്ന വീഡിയോ ആയിരുന്നു കേട്ടോ കണ്ടിരുന്നത്. അപ്പം അത് എന്തായാലും 15 മിനിറ്റ് കൂടുതലുണ്ട്. അപ്പോൾ അത് കണ്ടിരുന്നപ്പോൾ സമയം പോയി. അപ്പോൾ ഇത് നന്നായിട്ട് അങ്ങോട്ട് ഡ്രൈ ആവുകയും ചെയ്തു. അങ്ങനെ ഡ്രൈ ആയിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല, മുഖം ഒന്ന് നന്നായിട്ടൊന്ന് നനച്ചിട്ട് അത് അപ്പോൾ ആ മാസ്കും ഒന്ന് നനയൂലോ നന്നായിട്ട്, ആ ഡ്രൈനെസ് കുറച്ചിങ്ങോട്ട് കുറയും. അപ്പോൾ നമുക്ക് നന്നായിട്ട് മസാജ് ചെയ്തിട്ട് കഴുകി കളയാം. ഞാൻ ഈ വീഡിയോയിൽ നോക്കി നോക്കി ചിരിക്കുന്നത് എൻ്റെ തന്നെ സൗന്ദര്യം കണ്ടിട്ട് എനിക്ക് സന്തോഷം കണ്ടോ കേട്ടോ. അത് എപ്പോഴും അങ്ങനെ തന്നെയാണ്. മുഖം ക്ലീൻ ആയല്ലോ, ഞാൻ ചെയ്യുന്ന ഒരു കാര്യത്തിന് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു റിസൾട്ട് ഉണ്ടല്ലോ എന്നൊക്കെയുള്ള ഒരു സന്തോഷത്തിൽ കാണുന്നതാട്ടോ അതൊക്കെ. അപ്പം നമ്മൾ എന്തായാലും മാസ്ക് ഒക്കെ നല്ലോണം കഴുകി കഴിഞ്ഞിട്ട് അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ ഈ ഫേഷ്യൽ ടോണർ, ഒരു എസൻസ്, പിന്നെ ഒരു മോയ്സ്ചറൈസർ, ഇത്രയും കൂടെ അപ്ലൈ ചെയ്യും. ഒരു നിർബന്ധവും ഇല്ലാത്ത കാര്യമായിട്ട് ഇതൊക്കെ. ഈ മീ ടൈം എന്ന് പറയുന്ന ഒരു സംഭവം എനിക്ക് സ്കിൻ കെയർ ആണ്. പക്ഷെ എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല. ചിലർക്ക് അത് റീഡിങ് ചെയ്യാനുള്ള സമയമായിരിക്കും, ചിലർക്ക് കുക്കിംഗ് ആയിരിക്കും ഇഷ്ടം, അതല്ലാന്നുണ്ടെങ്കിൽ ഇനി ചിലവർക്ക് കുക്കിംഗ് പരീക്ഷണം നടത്താൻ ഇഷ്ടമായിരിക്കും. ഇനി ഇതൊന്നും അല്ലാന്നുണ്ടെങ്കിൽ മൂവി കാണുമോ, അല്ലാന്നുണ്ടെങ്കിൽ കൂട്ടുകാരുടെ കൂടെ പോവോ, ഇനി ഇതൊന്നും വേണ്ടാന്നുണ്ടെങ്കിൽ വെറുതെ ഇരിക്കാനും ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവും. കാരണം ആഴ്ചയിൽ 6 ദിവസവും ജോലി ചെയ്തിട്ട് അല്ലെങ്കിൽ 5 ദിവസവും ജോലി ചെയ്തിട്ട് കുറച്ചു നേരം വെറുതെ ഇരിക്കാൻ സമയം കിട്ടുക എന്ന് പറഞ്ഞാൽ അത് വലിയ കാര്യം തന്നെയാ. അപ്പം നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇത് എനിക്കിഷ്ടമുള്ള കാര്യമാണെന്ന് മാത്രം. പക്ഷെ നാട്ടിലുള്ള സമയത്ത് ഞാൻ ഇത്രയ്ക്ക് കാര്യമായിട്ട് അതായത് ഇത്ര അധികം പ്രൊഡക്ട്സ് ഒന്നും യൂസ് ചെയ്യില്ലായിരുന്നു കേട്ടോ. ഇപ്പൊ ഇവിടെ നമുക്ക് പ്രൊഡക്ട്സിന്റെ അവൈലബിലിറ്റി കൂടുതലാണ്, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ യൂസ് ചെയ്യണമെന്നേ ഉള്ളൂ. അതല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇതൊന്നും യൂസ് ചെയ്യാറില്ല. ഒരു ഫേഷ്യൽ മാസ്ക് ഇട്ടിട്ട് അത് കഴുകി ഒരു മോയ്സ്ചറൈസറിൽ അവസാനിപ്പിക്കാറാണ് പതിവ്. എന്നാലും എനിക്ക് ഈ മേക്കപ്പ് അല്ലെങ്കിൽ മേക്കപ്പ് പ്രൊഡക്ട്സ് കൂടുതൽ ഉള്ളതിനേക്കാളും കൂടുതൽ സ്കിൻ കെയർ പ്രൊഡക്ട്സ് ആണ് കേട്ടോ എൻ്റെ കയ്യിലുള്ളത്. എന്ന് കരുതി മേക്കപ്പ് ഇഷ്ടമില്ല എന്നൊന്നുമില്ല. പക്ഷെ എന്നാലും ഞാൻ ഭയങ്കരമായിട്ട് അങ്ങോട്ട് മേക്കപ്പ് ഒന്നും ചെയ്യാറില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് മസ്കാരയും ലിപ്സ്റ്റിക്കും ബ്ലഷും ആണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അപ്പോൾ എൻ്റെ കയ്യിൽ അധികം മേക്കപ്പ് പ്രൊഡക്ട്സ് ആണോ ഉള്ളത് അതോ സ്കിൻ കെയർ ആണോ ഉള്ളതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സ്കിൻ കെയർ പ്രൊഡക്ട്സ് ആണ് എൻ്റെ കയ്യിൽ ഏറ്റവും കൂടുതലുള്ളത്. എന്തെങ്കിലും നല്ല ഓഫറിന് വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പം എൻ്റെ കയ്യിൽ ടോണർ ഒരെണ്ണം ഓൾറെഡി ഉണ്ട്. ഞാൻ അതാണെന്നുണ്ടെങ്കിൽ ഒരു വലിയ കുപ്പി അപ്രാവശ്യം വാങ്ങിയത്. പക്ഷെ എന്നാലും ഓഫറിന് ഏതെങ്കിലും നല്ലത് ഞാൻ നോക്കി വെച്ചിട്ടുള്ളത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ വാങ്ങും കേട്ടോ. ഇപ്പം ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ളത് തീർന്നിട്ടില്ലെങ്കിലും, കാരണം ചിലപ്പോൾ ഈ ഒരു ഡീല് നെക്സ്റ്റ് ടൈം വന്നോളണമെന്നില്ല, അതുകൊണ്ട്. പക്ഷെ ഞാൻ പിന്നെ അത് തീർന്നിട്ട് അടുത്തത് വാങ്ങാൻ നിൽക്കുള്ളൂ കേട്ടോ. പിന്നെ വേറൊരു ഡീൽ വരുമ്പം അതും വാങ്ങും എന്നില്ല. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ടോണർ ഇടുമ്പോൾ നിങ്ങൾക്ക് ഡ്രൈ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലെയറപ്പ് ചെയ്യാം. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നല്ലോണം ഹൈഡ്രേറ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും ലെയറപ്പ് ചെയ്യാം കേട്ടോ. എൻ്റെ ഡ്രൈ സ്കിൻ അല്ല, എൻ്റെ കോംബോ സ്കിന്നാണ്. അപ്പം ഞാൻ 2 പ്രാവശ്യം ടോണർ വെച്ചിട്ട് ലെയർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് എസൻസ് ആണ് ഞാൻ യൂസ് ചെയ്യണത് കേട്ടോ. ഇത് നംബൂസിൻ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെയാണ്. നമ്പർ 3 നൈസനമൈഡ് ഗ്ലോ എസൻസ് എന്നാണ് പേര്. ആ പേര് പോലെ തന്നെ ഗ്ലോ കണ്ടോ മുഖത്ത് എന്തുമാത്രം വന്നു എന്നുള്ളത്. എനിക്ക് ഈ എസൻസ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മുടെ ടോണർ പോലെയല്ല, എസൻസ് കുറച്ചും കൂടെ വിസ്കസി കൺസിസ്റ്റൻസി, കുറച്ചും കൂടെ തിക്കായിരിക്കും. അതുകൊണ്ട് ഇതൊന്ന് മുഖത്തൊന്ന് ഡ്രൈ ആവാൻ അല്ലെങ്കിൽ അബ്സോർബ് ആവാൻ വേണ്ടിയിട്ട്, സ്കിന്നിലേക്ക് അബ്സോർബ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുക്കും. അപ്പോൾ എൻ്റെ കയ്യിലൊരു കുഞ്ഞു ഫാൻ ഉണ്ട് കേട്ടോ. എല്ലാവരുടെയിലും ഉള്ള ഫാൻ തന്നെയാണത്. ഇപ്പം ഞാൻ യൂഷ്വലി കൈ വെച്ചിട്ട് ഫാൻ മോഷനിൽ ഡ്രൈ ചെയ്യാറാണ് പതിവ്. പക്ഷെ ഇപ്രാവശ്യം ഞാൻ ആ ഫാൻ എടുത്തുകൊണ്ട് വന്നു. അതൊന്ന് നല്ലോണം ഒന്ന് സ്കിന്നിലേക്ക് അബ്സോർബ് ആവട്ടെ എന്ന് വിചാരിച്ചിട്ട്. ഈ ഫാൻ ഞാൻ ആദ്യമായിട്ടോ യൂസ് ചെയ്തത്. ഫാൻ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു, ചൂടെടുക്കുമ്പോൾ ഇങ്ങനെ വെക്കും എന്നല്ലാണ്ട് നമ്മൾ മുഖത്ത് എന്തെങ്കിലും ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ഇത് യൂസ് ചെയ്യേണ്ടത് ആദ്യമായിട്ടായിരുന്നു. എനിക്ക് കണ്ണ് തുറക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, നല്ല തണുപ്പുമായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ നമുക്ക് മോയ്സ്ചറൈസർ ഇടാം. ഇത് ജാപ്പനീസ് ബ്രാൻഡ് ആട്ടോ. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഈ മോയ്സ്ചറൈസർ ജാപ്പനീസ് ആണ്. ഇത്
പ്രൊനൗൺസ് ചെയ്യേണ്ടത് എന്താന്നുള്ളത് എനിക്ക് അറിയില്ല. LION ആണ്. അത് ലയൺ എന്നാണോ പ്രൊനൗൺസ് ചെയ്യേണ്ടത്, ലിയോൺ എന്നാണോ പ്രൊനൗൺസ് ചെയ്യണത് എന്നുള്ളത് എനിക്ക് അറിയില്ല. ഞാനിതൊന്ന് പരീക്ഷിക്കാൻ വേണ്ടി വാങ്ങി നോക്കിയതാ. പക്ഷെ നല്ല സാധനം കേട്ടോ, ഭയങ്കരമായിട്ട് മോയ്സ്ചറൈസർ ആയിട്ടിരിക്കും മുഖം. നല്ലോണം ആ ഒരു ഹൈഡ്രേഷൻ കൂടുതൽ സമയം നിൽക്കുന്നതായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഇത് യൂസ് ചെയ്തതിന് ശേഷം. ഇനി കിടക്കണതിന് മുമ്പാണ് ഞാൻ ഇതെല്ലാം ചെയ്യണേ കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഉള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ലിപ് ബാം അത് എനിക്ക് ഇടാണ്ട് കിടന്ന് ഉറങ്ങാൻ പറ്റില്ല. എൻ്റെ ലിപ്സ് ഭയങ്കരമായിട്ട് ഡ്രൈ ആയി. ഇപ്പോൾ 2 ദിവസം ഞാൻ ലിപ് ബാം യൂസ് ചെയ്തില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ലിപ്സിൻ്റെ പരിപാടി തീർന്നു എൻ്റെ. അത്രയ്ക്ക് ഡ്രൈ ആയിപ്പോവും. അപ്പോൾ ടോറിഡൻ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ലിപ് ബാമാണ് ഞാൻ യൂസ് ചെയ്തത്. നല്ലതായിട്ടാട്ടോ, അതും താല്പര്യമുള്ളവർ യൂസ് ചെയ്ത് നോക്കുക. അപ്പോൾ ദേ നമ്മുടെ സ്കിൻ കെയർ കഴിഞ്ഞു. മീ ടൈം ഞാൻ നന്നായിട്ട് അങ്ങോട്ട് എൻജോയ് ചെയ്തിട്ട് ആ റിസൾട്ട് കാണുമ്പോഴുള്ള എൻ്റെ സന്തോഷം നിങ്ങൾക്ക് പിന്നെയും കാണാം. ഞാൻ എന്നെ തന്നെ കണ്ണാടിയിൽ നോക്കി 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 സൗന്ദര്യം ആസ്വദിച്ച് അങ്ങോട്ട് ചിരിക്കും. അതിലൊരു തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നണില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങളെ സ്നേഹിക്കുക. മീ ടൈമിൽ എന്താണ് ഇഷ്ടം എന്നുള്ളത് വെച്ചാൽ അത് ചെയ്യുക. അപ്പം ഞാനിപ്പോൾ ഉറങ്ങാൻ പോവാണ്. നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ഗോഡ് ബ്ലെസ്. ബൈ.